ക്ഷമ വിനായകൻ്റെ വാർത്തകൾ തീരുന്നില്ല. ഒരു പ്രത്യേകതരം ജീവിതം എന്ന് സിനിമയിൽ മമ്മൂട്ടി പറയുന്നുണ്ട് ശ്രീനിവാസനെ നോക്കിയിട്ട്. അതുപോലെയാണ് വിനായകൻ, ഒരു പ്രത്യേകതരം ജീവിതമാണ്. അതായത് ഈ പോസ്റ്റുകൾ ഇടുന്നു, ഡിലീറ്റ് ചെയ്യുന്നു, ഒരു ദിവസം ആർക്കെങ്കിലും ഒരാൾക്കെതിരെ പറയുന്നു, പിന്നെ നേരം വിളിക്കുമ്പോൾ അത് ഡിലീറ്റ് ചെയ്യുന്നു, പിന്നെ അദ്ദേഹം നഗ്നതാ പ്രദർശനം നടത്തുന്നു, അങ്ങനെ മദ്യപിച്ച് എവിടെയെങ്കിലുമൊക്കെ പോയി ബഹളം ഉണ്ടാക്കുന്നു. അദ്ദേഹത്തെ സംബന്ധിച്ച് അതൊരു പുതുമയുള്ള കാര്യമില്ല. നമ്മളും എനിക്ക് തോന്നുന്നു വിനായകൻ ഇങ്ങനെയൊക്കെ തന്നെയാണ് എന്നിപ്പോൾ നമുക്കും മനസ്സിലായെന്ന് തോന്നുന്നു. വിനായകൻ പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും ഗംഭീര നടനാണ്, ആക്ടറാണ് എന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയമില്ല. പക്ഷേ വിനായകൻ്റെ ഈ വ്യക്തി ജീവിതത്തിലേക്ക് വരുമ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ചില കുൽസിതങ്ങൾ വിനായകൻ്റെ കയ്യിലുണ്ട്. ഒന്ന് അദ്ദേഹം വളർന്നു വന്ന സാഹചര്യത്തിൻ്റെ വളർന്നു വന്ന സാഹചര്യത്തിൻ്റെ ആയിരിക്കും. വളർന്നു വന്ന ഒരു അന്തരീക്ഷം, അതിൽ ഒരുപാട് ഈ വിജയിക്കാൻ കഴിവുണ്ടായിട്ടും അടിച്ചമർത്തപ്പെട്ടു പോയ ഒരു നടനാണ്. ഒരുപാട് കാലം അദ്ദേഹം ഈ സിനിമയുടെ പിന്നാമ്പുറത്ത് നിൽക്കേണ്ടി വന്നിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ സിനിമകളെ ഒന്ന് അംഗീകരിച്ച് കിട്ടാൻ വേണ്ടി കാലങ്ങളെടുത്തു. ഏതാണ്ട് 2 പതിറ്റാണ്ടോളം സമയം എടുക്കേണ്ടി വന്നു. പക്ഷേ ഇപ്പോൾ അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുക എന്ന് തന്നെ ഉള്ളത് തന്നെ വലിയ അപകടം പിടിച്ച പണിയായി മാറി. ജോണേട്ടനെ അറിയാലോ, ഞാൻ ദീർഘകാലം അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളായിരുന്നു. ഇപ്പോൾ വന്നിതിപ്പം സപ്പോർട്ട് ചെയ്തു കഴിഞ്ഞാൽ നാട്ടുകാർ നമ്മളെ ഓടിക്കുന്ന പരിപാടിയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. മുൻപ് അദ്ദേഹത്തിനെതിരെയൊക്കെ പലരും വിമർശനം ഉന്നയിക്കുമ്പോൾ വിനായകൻ നല്ലൊരു നടനാണെന്നും അദ്ദേഹത്തിൻ്റെ അന്തരീക്ഷമാണ് അദ്ദേഹത്തെ കൊണ്ട് പ്രതികരിക്കാനുള്ള ഈ പാർശ്വവൽക്കരിക്കപ്പെട്ടു പോകുന്നവർക്ക് ഉണ്ടാകുന്ന ഒരു ഫ്രസ്ട്രേഷൻ, അതാണ് അദ്ദേഹത്തിൻ്റേതെന്നൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇതൊക്കെ അതിര് കടന്നിപ്പോൾ കൈവിട്ട കളിയിലേക്ക് എത്തി നിൽക്കുകയാണ്. കഴിഞ്ഞ ദിവസം അദ്ദേഹം വീണ്ടും ആ നഗ്നതാ പ്രദർശനത്തിൻ്റെ ഫോട്ടോ എടുത്ത് ഇട്ടു. ആ ഫോട്ടോ എടുത്തിട്ടു എന്നത് അദ്ദേഹത്തിൻ്റെ മാത്രം ചിത്രമല്ല, സുരേഷ് ഗോപിയുടെ ഫാമിലി ഫോട്ടോയ്ക്കൊപ്പമാണ് അദ്ദേഹം ആ ചിത്രം എടുത്ത് പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഞാൻ നോക്കുമ്പോൾ അതിൽ കാണുന്നില്ല, ഡിലീറ്റായി. ഇപ്പോൾ അതിൽ കാണുന്നില്ല. അതിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അധമ കുലജാതരെ ഉന്നത ജാതി പദവിയിൽ എത്തിക്കാൻ അങ്ങയുടെ കുടുംബം വിറ്റാണെങ്കിലും പോരാടണം എന്നാണ് വിനായകൻ്റെ. സുരേഷ് ഗോപിയുടെ ഒരു പ്രസ്താവന ഉണ്ടായിരുന്നു. സുരേഷ് ഗോപിയുടെ ഒരു പ്രസ്താവന ഉണ്ടായിരുന്നു. അതിന് ബദലായിട്ടാണ് ഈ സാധനം എടുത്തിട്ടിരിക്കുന്നത്. അത് കണ്ടു കഴിഞ്ഞാൽ സുരേഷ് ഗോപിയെ തുണിയഴിച്ച് കാണിക്കുന്ന, അതായത് സുരേഷ് ഗോപി മാത്രമാണ് ചിത്രം എടുത്തിരുന്നെങ്കിൽ കുഴപ്പമില്ല, അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെ ഫാമിലി ഫോട്ടോ എടുത്ത് പോസ്റ്റ് ചെയ്ത് കളഞ്ഞു. ഒരു കേന്ദ്രമന്ത്രിയാണ്, അദ്ദേഹത്തിന് വേണമെങ്കിൽ അദ്ദേഹത്തിന് ഇക്കാര്യത്തിൽ നടപടി സ്വീകരിക്കാവുന്നതേ ഉള്ളൂ. അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ അപമാനിക്കുന്ന, വ്യക്തിയെ അപമാനിക്കുന്നത് പോലല്ലല്ലോ വീട്ടിലിരിക്കുന്നവരെ അപമാനിക്കുന്നത്. ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് നമ്മളെ ഒന്ന് ആർക്കും തെറി പറയാം. നമ്മളൊരു ഈ പറയുന്ന പോലെ എന്താ പറയുക, ഈ മാധ്യമപ്രവർത്തകരെ, വാർത്താ അവതാരകരെ, സിനിമയിൽ പ്രവർത്തിക്കുന്നവരെയൊക്കെ തന്നെ വ്യക്തിപരമായിട്ട് അവരെയൊക്കെ നമുക്ക് എതിർക്കാം. പക്ഷേ ഒരു ഫാമിലിയിലേക്ക് അത് വലിച്ചുകൊണ്ട് പോകാൻ പാടില്ല. ഇപ്പം ഷെയ്ൻ നിഗം ഉണ്ണി മുകുന്ദനെ ആക്രമിച്ചപ്പോൾ ആരും ഷെയ്ൻ നിഗത്തിൻ്റെ ഫാമിലിയുടെ ഫോട്ടോ എടുത്ത് അറ്റാക്ക് ചെയ്തില്ലല്ലോ. ഷെയ്ൻ നിഗത്തിൻ്റെ ഫാമിലി ഫോട്ടോ എടുത്തിടിയോ, ഇതിവൻ്റെ ഫാമിലിയാണ്, ഇതാണെന്നൊക്കെ പറഞ്ഞെടുത്തിടിയോ ഒന്നും ചെയ്തില്ലല്ലോ. ഷെയ്ൻ നിഗത്തിനോടെ കുറിച്ച് എതിർപ്പുണ്ടായപ്പോൾ നാട്ടുകാർ ഷെയ്ൻ നിഗത്തിനെതിരെ സംസാരിച്ചു. ഇപ്പോൾ ഉണ്ണി മുകുന്ദനെതിരെ സംസാരിക്കുന്നവർ ഉണ്ണി മുകുന്ദൻ്റെ ഫാമിലി ഫോട്ടോ എടുത്തിട്ട് അറ്റാക്ക് ചെയ്യുന്നതും നമ്മളങ്ങനെ പൊതുവേ കാണാറില്ല. ഇതൊക്കെ കുറിച്ച് എന്താ പറയുക, അതൊരു മാന്യതയുടെ ഭാഗമാണ്, ഇതൊരു നമ്മുടെ ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. ഒരു വ്യക്തിയെ എതിർക്കാം, പക്ഷേ അദ്ദേഹം വരുന്ന കുടുംബത്തെ മൊത്തത്തിലെടുത്ത് സോഷ്യൽ മീഡിയയിൽ എടുത്തിട്ട് അലക്കുന്നതിനോട് യോജിപ്പില്ല. പ്രത്യേകിച്ചും അദ്ദേഹത്തിൻ്റെ കുടുംബം, അദ്ദേഹത്തിൻ്റെ പത്നി എന്ന് പറയുന്നത് രാഷ്ട്രീയ പ്രവർത്തകയോ പൊതുപ്രവർത്തകയോ നടിയോ ഒന്നുമല്ല. അവരൊരു വീട്ടിലൊതുങ്ങുവാൻ തീരുമാനിച്ച ഒരു സ്ത്രീയാണ്. അവർക്ക് അവരുടെ മക്കളും കുടുംബവുമാണ് പ്രിയപ്പെട്ടതെന്നുള്ള രീതിയിൽ വീട്ടിലൊതുങ്ങുവാൻ ഒരു സ്ത്രീ തീരുമാനിച്ച് അവരവരുടെ വീട്ടിലെ കാര്യങ്ങൾ നോക്കുന്നു. പിന്നെ മകൾ, പിന്നെ ഇവിടെ നിന്നോ വന്ന മകളെ വിവാഹം കഴിച്ചൊരു മനുഷ്യൻ. അപ്പോൾ ഇവരെയൊക്കെ നമ്മൾ ഈ പറയുന്ന പോലെ എന്താ പറയുക, ഇങ്ങനെ കൊണ്ടുവന്ന് പൊതുസമൂഹത്തിലേക്ക് കൊണ്ടുവന്ന് ഇട്ട് കൊടുക്കുന്നതിനോട് യോജിക്കാൻ പറ്റില്ല. സുരേഷ് ഗോപി പറഞ്ഞതിൻ്റെ ശരിയും തെറ്റും നമ്മൾ പരിശോധിപ്പിക്കട്ടെ. നമുക്കിപ്പം അതിനെ അനുകൂലിക്കുന്നവരുമുണ്ട്, എതിർക്കുന്നവരുമുണ്ട്. ഇപ്പോൾ സുരേഷ് ഗോപി പറഞ്ഞത് പൂർണ്ണാർത്ഥത്തിലല്ല മാധ്യമങ്ങൾ കാണിച്ചത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് ഞാൻ പറഞ്ഞതിനെ തെറ്റായി നിങ്ങൾ കരുതിയിട്ടുണ്ടെങ്കിൽ ഞാൻ അതിനോട് പിൻവലിക്കുന്നു
അദ്ദേഹം അനുഖേദം പ്രകടിപ്പിച്ചിട്ടുണ്ട്, പിൻവലിക്കുന്നു എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഒരു സാധനം 38,000 കോടി രൂപ ഗോത്ര വിഭാഗങ്ങൾക്ക് ഉന്നമനത്തിന് വേണ്ടി ഇവിടെ ചെലവിട്ടു. ആ പണം എങ്ങോട്ട് പോയെന്ന് അറിയാൻ പറ്റുന്നില്ല. ആ പ്രസംഗത്തിൻ്റെ ഒരു ഭാഗമാണിത്. ആ പ്രസംഗത്തിലെ മറ്റൊരു ഭാഗമാണ്. നമ്മൾ എത്ര പേര് കണ്ടു എന്ന് എനിക്കറിയില്ല. 38,000 കോടി രൂപ ചിലവാക്കിയിട്ട് ഈ പൈസ ഗോത്ര വിഭാഗങ്ങളിലേക്ക് ലഭിച്ചിട്ടില്ല. അതിന് ഉത്തരവാദികളായിട്ടുള്ള ഉദ്യോഗസ്ഥരെ ശിക്ഷിക്കണം. ഇതൊക്കെയാണ് ദീർഘമായിട്ടുള്ള ആ പ്രസംഗത്തിൽ വിളിച്ച് പറഞ്ഞത്. അപ്പോൾ അതിലെ ഒരു ഭാഗം മാത്രം കട്ട് ചെയ്താണ് ചെറിയൊരു ബൈറ്റ് പോലെ കയറി വന്നിരിക്കുന്നത്. ഇപ്പോൾ ഈ പറയുന്ന ഗോത്ര വിഭാഗങ്ങളിലെ ഉന്നത കുലജാതർ നയിക്കണം, അതവരുടെ ഉന്നമനത്തിന് അതാണ് നല്ലത് എന്നാണ് അദ്ദേഹത്തിൻ്റെ ഒരു കാഴ്ചപ്പാട്. അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട് ശരിയും തെറ്റുമൊക്കെ പരിശോധിക്കേണ്ടത് അദ്ദേഹവും അതുപോലെ തന്നെ അതിനുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവരും ഒക്കെയാണ്. വിനായകൻ പറഞ്ഞതിനകത്ത് ഞാൻ അദ്ദേഹത്തിൻ്റെ അഭിപ്രായം അദ്ദേഹത്തിന് പറയാം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അഭിപ്രായം ഇപ്പോൾ അങ്ങനെ ഒരു വിഭാഗത്തിൽ നിന്നുള്ള ഒരാൾക്ക് അതൊരു തെറ്റായ സന്ദേശമാണ് നൽകിയത് എന്നുണ്ടെങ്കിൽ അതിനെ എതിർക്കാനുള്ള അവകാശം അവർക്കുണ്ട്. അതിനെ ശക്തമായി എതിർക്കാനുള്ള എല്ലാ അവകാശവും അവർക്ക് നൽകിയിട്ടുണ്ട്. നമുക്ക് ആരെയും വിമർശിക്കാം സഭ്യമായ ഭാഷയിൽ നമുക്ക് ആരെയും വേണമെങ്കിലും വിമർശിക്കാം. ഇപ്പോൾ എന്തെങ്കിലും ഒരു ഇത് എന്താ ഇദ്ദേഹത്തിൻ്റെ ചിത്രം എടുത്തിട്ട് താങ്കളിത് പറയുന്നത് ശരിയല്ല, ഇപ്പോൾ ഈ പറഞ്ഞ വാക്കിനകത്ത് തെറ്റുണ്ടോയെന്ന് എനിക്ക് തോന്നുന്നില്ല. വാക്കിലല്ല തെറ്റ്. വീണ്ടും ഒരു ഫാമിലി ഫോട്ടോ എടുത്തിട്ട് വീണ്ടും ഫ്ലാറ്റിലെ ആ ചിത്രവും എടുത്തിടുന്നതിനോട് നമുക്കത് അവരെ തുണി ഉരിഞ്ഞ് കാണിക്കുകയാണ് പുള്ളി ചെയ്തത്. അർത്ഥത്തിൽ അതാണ് ഉദ്ദേശിച്ചിരിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. അതായിരിക്കും നമ്മൾ ഈ ചില ആളുകൾ വഴക്കിട്ട് കഴിയുമ്പോൾ ഒന്നും ചെയ്യാനില്ല എന്ന് പറയുമ്പോൾ അവസാന ഘട്ടത്തിൽ മുണ്ട് നോക്കി കാണിക്കുക എന്ന് നാട്ടുഭാഷയിൽ പറയും, നാടൻ ഭാഷയിൽ പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അദ്ദേഹം ഒരു ഈ വിനായകൻ ഒരു സമയത്ത് ഒരു വലിയ മാതൃകയായിരുന്നു. ഒരുപാട് സഫർ ചെയ്ത് ഒരാൾ കയറി വരുന്നു. അദ്ദേഹം കമ്മട്ടിപ്പാടമൊക്കെ വന്നപ്പോൾ ഈ ദുൽഖർ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ദുൽഖറിനാണ് നായകനെന്ന് അദ്ദേഹത്തിന് പോലും, ഞാനായിരുന്നോ നായകൻ എന്നൊരു സംശയം ദുൽഖറിന് പോലും ഉണ്ടാകുന്ന ഒരു ഘട്ടം എത്തി. കാരണം നായകനേക്കാൾ മുകളിലേക്ക് ഗംഗ എന്ന് പറയുന്ന ക്യാരക്ടർ കയറിപ്പോയി. അത് വിനായകൻ ചെയ്തതുകൊണ്ടാണ് അത്രയും ഇപ്പോൾ ഒരു ഹൈപ്പ ക്യാരക്ടറിന് കിട്ടിയത്. അതിൻ്റെ പെർഫോമൻസ് ആ രീതിയിലായിരുന്നു, അന്യായ പെർഫോമൻസ് ആയിരുന്നു. മാത്രമല്ല അദ്ദേഹം ജനിച്ചു വളർന്ന പ്രദേശത്തിൻ്റെ കഥയും കൂടാണല്ലോ. ആ ഒരു പ്രദേശത്തിൻ്റെ കഥയാണ്. ആ ഒരു ഏരിയ ഈ പറയുന്ന പോലെ ഉദയ കോളനിക്കുന്ന ആ ഒരു ഏരിയ. അപ്പോൾ അങ്ങനെ ഒരു ഏരിയയിൽ നിന്നുള്ളതായതുകൊണ്ട് അദ്ദേഹത്തിന് അറിയാവുന്ന കാര്യങ്ങളും കൂടി ആയതുകൊണ്ട് പാർശ്വവൽക്കരിക്കപ്പെട്ട് അരികുവൽക്കരിച്ചിട്ട് പോകുന്നവരെ കുറിച്ച് നന്നായി അറിയാവുന്നതുകൊണ്ട് അദ്ദേഹത്തിന് അത് നന്നായി പെർഫോം ചെയ്യാനും സാധിച്ചു. അപ്പോൾ മലയാളികൾ ഒരു ഘട്ടത്തിൽ അദ്ദേഹത്തിന് അവാർഡ് കിട്ടി അദ്ദേഹത്തിൻ്റെ വേദിയിലെ പെർഫോമൻസ് കണ്ട് ഒരു സാധാരണ മനുഷ്യൻ്റെ സന്തോഷം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനടക്കം പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഒരു സാധാരണ മനുഷ്യൻ്റെ വേദിയിൽ വന്ന് ഇതുപോലെ അവാർഡ് മേടിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സാധാ മനുഷ്യൻ, നാച്ചുറൽ ആയിട്ടുള്ള ഒരു മനുഷ്യൻ, അദ്ദേഹത്തിൻ്റെ ഒരു സന്തോഷ പ്രകടനം ആണ് അവിടെ കണ്ടത് എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും വളരെ ബഹുമാനപൂർവ്വം കണ്ടുകൊണ്ടിരുന്ന ഒരാളാണ് പിന്നീട് ഇങ്ങോട്ട് മൊത്തത്തിൽ കൈവിട്ട് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അത് അദ്ദേഹം തന്നെ പരിശോധിക്കേണ്ടതാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് മാപ്പ് പറയേണ്ടി വന്നത്. അദ്ദേഹം എൻ്റെ എല്ലാ നെഗറ്റീവ് എനർജികൾക്കും എനിക്ക് സിനിമയിലും വ്യക്തിജീവിതത്തിലും ചിലത് പാലിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞാണ് അദ്ദേഹം പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതൊരു മാപ്പപേക്ഷയായിരുന്നു. ഒരു മാപ്പപേക്ഷ എന്നോട് അതിൽ എന്താ പറയുക, ചർച്ചകൾ തുടരട്ടെ എന്നൊക്കെ പറഞ്ഞിട്ടാണ് അത് കൊണ്ടുവന്ന് അദ്ദേഹം ഇട്ടത്. അതിട്ടപ്പോഴും ഒരുപാട് ആളുകൾ അദ്ദേഹത്തെ പിന്തുണയ്ക്കാൻ തയ്യാറായി. ഒരുപാട് പേർ പിന്തുണച്ചു. ഒരുപാട് പേർ വന്ന് പറഞ്ഞു ഇതുപോലെ അദ്ദേഹത്തിന് ഇനി തിരിച്ചറിവ് അദ്ദേഹത്തിന് ഈ പറയുന്ന പോലെ താൻ ചെയ്തത് ശരിയായില്ല എന്നൊരു തോന്നൽ അദ്ദേഹത്തിനുണ്ടായി. ഒരു തെറ്റ് ഏത് മനുഷ്യനും സംഭവിക്കാവുന്നതേ ഉള്ളൂ എന്നുള്ളത്. പക്ഷേ അദ്ദേഹം തന്നെ ഇങ്ങനെ തുടരെ കാര്യങ്ങൾ ചെയ്തു വെച്ച് കഴിഞ്ഞാൽ ആളുകൾ അതിനോട് എല്ലാ കാലത്തും ഇങ്ങനെ നോക്കി നിൽക്കില്ല, അദ്ദേഹത്തിനെതിരാവും. നമ്മൾ തന്നെ നമ്മളെ സ്നേഹിക്കുന്നവരെ എതിരാക്കി മാറ്റാൻ പാടുണ്ടോ? നമ്മളെ സ്നേഹിക്കുന്ന, നമ്മളോട് നമ്മുടെ ഉയർച്ച കാണണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് ജനങ്ങളുള്ളപ്പോൾ അവരെയൊക്കെ തുണിപൊക്കി കാണിക്കാൻ പാടുണ്ടോ? അവരെയൊക്കെ തുണി ഉരിഞ്ഞ് കാണിച്ച് അപമാനിക്കാൻ പാടുണ്ടോ? അതല്ലല്ലോ വേണ്ടുന്നത്. അത് ചെയ്യുന്നത് ശരിയല്ലല്ലോ. അത് സ്വയം കുഴി വെട്ടുന്നതിന് തുല്യമാണ്. സ്വന്തം കുഴി സ്വയം വെട്ടി അതിൻ്റെ അകത്ത് കയറി കിടന്ന് മണ്ണ് വാരി ദേഹത്തിടുന്നതിന് തുല്യമാണ് ഈ പറയുന്ന പ്രവൃത്തികൾ. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ വാക്കിൽ തെറ്റില്ല. അദ്ദേഹത്തിന് അത് പറയാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും ഈ രാജ്യത്ത് ഉണ്ട്. പക്ഷേ വീണ്ടും ഒരു ഫാമിലി ഫോട്ടോ എടുത്തിട്ട് വീണ്ടും ആ നഗ്നതാ പ്രദർശനത്തിൻ്റെ ഫോട്ടോ എടുത്തിട്ട് കഴിഞ്ഞാൽ ആളുകളിത്
കണ്ടുകൊണ്ട് നിൽക്കില്ലല്ലോ. അതെ, ആളുകൾ മറ്റേ തരത്തിൽ വ്യാഖ്യാനിക്കും. അതിൽ പിന്നെ വീഡിയോ ഒന്നും എടുത്തിട്ടിട്ടില്ല. അതിലൊരു ഇപ്പോൾ ഒരു സൈഡിലുള്ള ഒരു ഫോട്ടോ അതെല്ലാവരും കണ്ടതുകൊണ്ട് അത് ഇന്നതായിരിക്കും ഉദ്ദേശിച്ചതെന്ന് എല്ലാവർക്കും മനസ്സിലാവും. ഞാനതാണ് പറഞ്ഞത്. അതൊരു വലിയ അപകടം ചെയ്യും, നാട്ടുകാർക്കല്ല, അദ്ദേഹത്തിൻ്റെ കരിയറിനെ അത് ദോഷം ചെയ്യും. ഒരു വലിയ ക്രിക്കറ്റ് താരം ഉണ്ടായിരുന്നു, വലിയ ക്രിക്കറ്റ് താരമായിരുന്നു. എനിക്ക് തോന്നുന്നു ഒരു സമയത്ത് അദ്ദേഹം ഈ ടീമിനെ തന്നെ നയിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തുമായിരുന്നു. അദ്ദേഹം പോയി ഈ പറയുന്ന പോലെ കുറേ കുഴപ്പങ്ങളിൽ, അതായത് വളർച്ച ഭയങ്കരമായിട്ടുള്ള ഹൈപ്പുണ്ടായി തുടങ്ങിയപ്പോൾ അദ്ദേഹം പോയി ആവശ്യമില്ലാതെ ഈ പറയുന്ന ഈ മദ്യസൽക്കാരത്തിൻ്റെയൊക്കെ ഇടയിൽ കയറിപ്പോയി. അദ്ദേഹം തകർന്നു പോയി. വിനോദ് കാംബ്ലി തകർന്നു പോയി. അദ്ദേഹത്തിൻ്റെ കരിയർ മൊത്തം കൊണ്ട് കളഞ്ഞു. പിന്നീട് അദ്ദേഹം ചില കാര്യങ്ങളിലൊക്കെ അത് പറയുകയും ചെയ്തിട്ടുണ്ട്. ലഹരിക്ക് അടിമയായി പോയി, അതാണ് സംഭവിച്ചത്. അത് അപ്പോൾ അങ്ങനെയുള്ള ഘട്ടങ്ങളിൽ എത്തുമ്പോൾ ഇപ്പോൾ സാധാരണ മനുഷ്യരായിട്ട് ഇപ്പം അദ്ദേഹം ഇപ്പം എന്നെ ഒന്നും പോലെയുള്ള ഒരു മനുഷ്യനല്ല വിനായകൻ. അദ്ദേഹത്തിൻ്റെ ഹൈപ്പ് എന്ന് പറയുന്നത് ഈ പറയുന്ന ഇന്ന് തമിഴ്നാട്ടിൽ വരെ വളരെ കൃത്യമായി അറിയാവുന്നൊരു നടനാണ് വിനായകൻ. ഈ ജയിലർ സിനിമ വന്ന ശേഷം തമിഴ്നാട്ടിൽ അദ്ദേഹത്തെ അറിയാത്തവർ കൂടി അറിഞ്ഞു. തമിഴ്നാട്ടിൽ അദ്ദേഹത്തിൻ്റെ ആദ്യം ഈ ജയിലറിൻ്റെ പറയുന്ന ഫസ്റ്റ് റിലീസെല്ലാം കൂടെ കഴിഞ്ഞ് ഇതിൻ്റെ ചില കാര്യങ്ങളൊക്കെ ഇങ്ങനെ വന്നു തുടങ്ങിയപ്പോഴത്തേക്ക് ഈ നടൻ ഏതാണെന്ന് ചോദിക്കുന്ന, അതായത് തമിഴ് യൂട്യൂബേഴ്സിനോട് സിനിമയെപ്പറ്റി ചോദിക്കാൻ, അവിടെ ആളുകളോട് സിനിമയുടെ പ്രതികരണം എടുക്കാൻ ചെന്നപ്പോൾ ആളുകൾ ഈ നടൻ ഏതാണെന്ന് അറിയാമോ എന്നൊക്കെ അവരങ്ങോട്ട് ചോദിക്കുന്നു അദ്ദേഹത്തെ പറ്റി. അപ്പോൾ അദ്ദേഹത്തിന് അത്രയും വലിയ ഹൈപ്പുണ്ട്. അദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്ന ഉയർച്ച എന്ന് പറയുന്നത് സാധാരണ ഒരു മനുഷ്യന് കിട്ടുന്ന ഒരു ഉയർച്ചയല്ല. അദ്ദേഹം മനസ്സിലാക്കുന്നില്ല. അദ്ദേഹം മനസ്സിലാക്കാതെ ഇങ്ങനെ ഓരോന്നിങ്ങനെ കാട്ടിക്കൂട്ടുക. ഓരോ ലെവലും മാറിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളത് ആദ്യം മനസ്സിലാക്കണം. നമ്മൾ പണ്ടുണ്ടായിരുന്ന ജീവിത സാഹചര്യത്തിൽ നിന്നൊക്കെ ഒരുപാട് മാറി ഒരുപാട് ഉയരത്തിലെത്തി. അപ്പോൾ അതിനനുസരിച്ച് നമ്മുടെ ലൈഫ് സ്റ്റൈലും മാറ്റണം. ഉയരത്തിൽ നിന്ന് താഴെ നിൽക്കുന്നവരെ തുണി ഉരിഞ്ഞ് കാണിക്കാൻ പാടുണ്ടോ? അതാണ് ആ ഫ്ലാറ്റിൻ്റെ ഉയർച്ചയിൽ നിന്നിട്ട് താഴെ കൂടെ പോകുന്നവരെ ഇങ്ങനെയൊക്കെ കാണിക്കാൻ പാടുണ്ടോ? ഇതാണ് ഞാൻ എന്ന ഒരു സിനിമയ്ക്കകത്ത് തിലകൻ ചെന്നിട്ട് ഞാനൊരു പച്ചയായ മനുഷ്യനാണ്, നിങ്ങളുടെ മുന്നിൽ എനിക്ക് അങ്ങനെ നിൽക്കാനാണ് ഇഷ്ടം എന്നൊക്കെ പറയുന്നൊരു വിദേശ വസ്ത്രങ്ങൾ ബഹിഷ്കരിക്കുക. അല്ല, ലുങ്കി വിദേശ വസ്ത്രം അല്ലല്ലോ. അപ്പം അതുപോലെ ഞാൻ വിദേശ വസ്ത്ര ബഹിഷ്കരണമാണ് നടത്തിയതെന്നും പറയാൻ പറ്റില്ല. അദ്ദേഹം ഒരുപാട് ശ്രദ്ധിക്കണം. ശ്രദ്ധിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ എന്താ പറയുക, നാളെ ഈ പറയുന്ന പോലെ ഇന്ത്യക്ക് അഭിമാനമാകാൻ സാധ്യതയുള്ളൊരു നടനാണ്. അല്ല, ഇദ്ദേഹം ശ്രദ്ധിക്കേണ്ട കരിയറിൽ ശ്രദ്ധിക്കുക. കരിയറിൽ ഇത്തരം കരിയറിന് പുറത്തുള്ള ഇത്തരം ആക്ടിവിറ്റീസ് കുറയ്ക്കുക. അതെ. ഈ വിജയുടെ ഒരു പ്രത്യേകത ശ്രദ്ധിച്ചിട്ടുണ്ടോ? വിജയ്ക്ക് നാട്ടിലെ പല കാര്യങ്ങളോടും എതിർപ്പുണ്ട്. അത് അദ്ദേഹം പോയി പരസ്യമായി, ഈ അടുത്തിടയ്ക്കാണ് പാർട്ടി രൂപീകരിച്ച ശേഷമാണ് അദ്ദേഹം പരസ്യമായി അതിനോടൊക്കെ പ്രതികരിക്കാൻ തുടങ്ങിയത്. അല്ലാതെ അദ്ദേഹം സിനിമയിൽ കൂടെ മറുപടി കൊടുക്കുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ സിനിമകളിൽ കൂടെ വിജയ് എന്ന നടൻ ഓരോ കാര്യങ്ങൾക്കും മറുപടി കൊടുക്കും. അതായിരുന്നു വിജയ് ചെയ്തുകൊണ്ടിരുന്നത്. അതുപോലെയൊക്കെ ബുദ്ധിപരമായി പ്രവർത്തിക്കണം. സ്വന്തം സിനിമയ്ക്കകത്ത് ഞാനൊരു ഡയലോഗ് പറഞ്ഞോട്ടെ എന്ന് പോയി ചോദിച്ചു കഴിഞ്ഞാൽ വിനായകൻ ചോദിച്ചാൽ എന്തായാലും സംവിധായകൻ പറയില്ല, വിനായക അത് വേണ്ട, ശരിയാവത്തില്ല എന്ന് പറയണ്ട. സിറ്റുവേഷന് ഇണങ്ങുന്ന രീതിയിലൊരു ചെറിയ ഡയലോഗ് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇതിൻ്റെ 100 ഇരട്ടി ഫലം ചെയ്യുമെന്നേ. തുണി നോക്കി കാണിക്കുന്നതിനൊക്കെ നല്ലത്. അതിൻ്റെ 100 ഇരട്ടി ഫലം ചെയ്യില്ലേ? ആളുകളടുത്ത് അത് റീലാക്കും, വാട്സാപ്പിൽ സ്റ്റാറ്റസ് ആക്കും, അല്ലെ എക്സിൽ ഷെയർ ചെയ്യും. അങ്ങനെ എന്തെല്ലാം മാർഗമുണ്ട്. അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഏറ്റവും വലിയ ആയുധമാണ് ഇരിക്കുന്നത് സിനിമ എന്ന് പറയുന്നത്. നമ്മുടെ ഈ കേരളത്തിലെ മെയിൻ സ്ട്രീം മാധ്യമങ്ങളെക്കാൾ പവറുള്ള സാധനമാണ് സിനിമ. ഒരു സിനിമ ഇഞ്ചക്ട് ചെയ്യുന്ന തിയറി ഒരു മീഡിയയെ കൊണ്ട് കൊടുക്കാൻ പറ്റില്ല. ഒരു സിനിമ ഇഞ്ചക്ട് ചെയ്യുന്ന ആശയമേ അത് ഒരു മീഡിയ കൊണ്ട് കൊടുക്കാൻ പറ്റില്ല. ഒരു മീഡിയ കൊടുക്കുന്നതിനേക്കാൾ 100 ഇരട്ടി പവറുണ്ട് ഒരു സിനിമയ്ക്ക്. അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഏറ്റവും വലിയ ആയുധമാണ് ഇരിക്കുന്നത്. അപ്പോൾ ഏതായാലും അദ്ദേഹത്തിനും സുരേഷ് ഗോപിക്കും തമ്മിൽ സുരേഷ് ഗോപിയുടെ അഭിപ്രായത്തോട് വിയോജിപ്പുണ്ടെങ്കിൽ അത് നേരത്തെ പറഞ്ഞ പോലെ അധമകുല ജാതരെ ഉന്നതകുല ജാതി പദവിയിലേക്ക് എത്തിക്കാൻ അങ്ങയുടെ കുടുംബം വിറ്റാണെങ്കിലും പോരാടണം എന്ന് പറയുന്നതിൽ യാതൊരു തെറ്റുമില്ല. അത് അദ്ദേഹത്തിൻ്റെ പ്രതികരണം. ബാക്കിയുള്ളത് എന്താണെന്ന് വിലയിരുത്തപ്പെടട്ടെ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള നടനാണ് വിനായകൻ. എനിക്ക് ഇഷ്ടമാണ്, ഭയങ്കര ഇഷ്ടമാണ്. ശരി, എന്താണ് മറ്റേ നവ്യ നായർ അഭിനയിച്ച ഒരു പടം ഉണ്ടല്ലോ, സ്വർണം ഇതുവരുന്നല്ലേ, എന്ത് പെർഫോമൻസ് അതിനകത്ത്. അഭിനയിക്കാൻ ചെന്നാൽ വേറൊരു ലെവലാണെന്ന് അദ്ദേഹം. അതെ,
അത് അതിനകത്തിരുന്ന് ഈ പറയുന്ന പോലെ എന്തെങ്കിലുമൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ പുറത്തേക്ക് വരാൻ പറ്റാതാവും. 1-2 ദിവസമൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ 3-ാമത്തെ ദിവസം ഇറങ്ങി വരാൻ പറ്റും. ഒരാഴ്ചയൊക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ സ്വന്തം ജോലി ചെയ്യാൻ തോന്നത്തില്ല. അവിടെ തന്നെ ഇരുന്ന് പോകും. ഒരു ചെയറും ഒരു ടേബിളും പിന്നെ അതിനകത്ത് മുകളിലൊരു ഗ്ലാസും ടച്ചിങ്ങും ഉണ്ടെങ്കിൽ പിന്നെ അത് മതി. അതിൻ്റെ ആവശ്യം പിന്നെ പുറം ലോകമായിട്ട് യാതൊരു ബന്ധത്തിലും. ഞാൻ എന്തിനു പുറം ലോകത്തേക്ക് ഇറങ്ങണം? പുറം ലോകം വേണമെങ്കിൽ എൻ്റെ വീട്ടിലേക്ക് വരട്ടെ ഇതൊരു തോന്നല്, അങ്ങനെയുള്ള ചിന്തകൾ വരും. അപ്പോൾ പിന്നെ സ്വന്തം ജോലി ചെയ്യാൻ പറ്റാതാവും. സ്വന്തം കർമ്മമണ്ഡലത്തിൽ നിന്ന് വിട്ടുപോകും. അതാണ് ഇതിൻ്റെയൊക്കെ പ്രശ്നം. ശരി.